ഹായ് ബ്രിജിക്സ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. അറബി സാഹിത്യം പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ഛാ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെറും വാക്കുകൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കവിതയ്ക്ക്, അതെ, ഒരൊറ്റ കവിതയ്ക്ക് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന്? അങ്ങനെ ഒരു അവിശ്വസനീയമായ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കാബ് ബിൻ സുഹൈറിന്റെ കഥയാണിത്. പ്രവാചകന്റെ ശത്രുസ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായി മാറി? നമുക്ക് നോക്കാം. ഈ വരികളൊന്ന് കേട്ടുനോക്കൂ. നിശ്ചയം, പ്രവാചകൻ ഒരു പ്രകാശമാണ്. ലോകം മുഴുവൻ വെളിച്ചം നേടുന്നത് ആ പ്രകാശത്തിൽ നിന്നാണ്. അല്ലാഹുവിന്റെ വാളുകളിൽ നിന്ന് ഊരിയെടുത്ത മൂർച്ചയേറിയ വാളാണത്. എന്തൊരു ശക്തവും മനോഹരവുമായ പ്രവാചക കീർത്തനം അല്ലേ? എന്നാൽ ഇതെഴുതിയത് ഒരു കാലത്ത് പ്രവാചകനെ കവിതകളിലൂടെ അതിരൂക്ഷമായി വിമർശിച്ച അതേ കവിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. നമുക്ക് ആ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ ഈ കഥ തുടങ്ങുന്നത് ഇതിന്റെ ക്ലൈമാക്സിൽ നിന്നാണ്. അതാണ് ഏറ്റവും രസകരം. സ്ഥലം മദീനയിലെ പ്രവാചകന്റെ പള്ളി. വർഷം ഹിജ്റ 9, അതായത് AD 630. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പ്രവാചകനും അനുയായികളും ഇരിക്കുന്നു. അവരുടെ എല്ലാം നടുവിലേക്ക് മനസ്സിൽ ഒരേ സമയം പേടിയും പിന്നെ എവിടെയൊരു പ്രതീക്ഷയുമായി കാബ് ബിൻ സുഹൈർ എന്ന കവി നടന്നുവരുന്നു. കാബ് തന്റെ കവിത ചൊല്ലി തീർന്ന നിമിഷം അത് കേട്ട് അത്രയധികം സന്തോഷിച്ച പ്രവാചകൻ തന്റെ തോളത്തുണ്ടായിരുന്ന പുതപ്പ്, അതായത് ബുർദ, എടുത്ത് കാബിന്റെ തോളിലിട്ടുകൊടുത്തു. അന്നത്തെ കാലത്ത് ഒരു കവിക്ക് ഇതിലും വലിയൊരു ബഹുമതി കിട്ടാനില്ല. ഇതൊരു ചരിത്ര നിമിഷമായിരുന്നു. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. പ്രവാചകനെ കവിത കൊണ്ട് ആക്ഷേപിച്ച, അദ്ദേഹത്തിനെതിരെ സംസാരിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബഹുമതി ലഭിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചു പുറകോട്ട് പോകണം, കഥയുടെ തുടക്കത്തിലേക്ക്. അപ്പോൾ ആരായിരുന്നു ഈ കാബ്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കാബ് ബിൻ സുഹൈർ ബിൻ അബീ സുൽമ അൽ മുസന്നി എന്നാണ്. പിതാവ് സുഹൈർ ബിൻ അബീ സുൽമ ജാഹിലിയ കാലഘട്ടത്തിലെ മുഅല്ലക്ക കവികളിൽ, അതായത് ഏറ്റവും പ്രശസ്തരായ കവികളിൽ ഒരാളായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, കവിതയുടെ ഒരു ലോകത്താണ് കാബ് ജനിച്ചതും വളർന്നതും. ഈ കഥയിലെ പ്രധാന വഴിത്തിരിവ് എന്താണെന്ന് വെച്ചാൽ, കാബിന്റെ സ്വന്തം സഹോദരൻ ബുജേർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ്. ഇത് കാബിന് സഹിക്കാൻ പറ്റില്ല. തങ്ങളുടെ പൂർവികരുടെ വഴിയും പാരമ്പര്യവുമെല്ലാം ബുജേർ ഒറ്റിക്കൊടുത്തു എന്നായിരുന്നു കാബിന്റെ ചിന്ത. അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. ആ ദേഷ്യം മുഴുവൻ അദ്ദേഹം തീർത്തത് തന്റെ കവിതയിലൂടെയാണ്. ഈ കാണുന്ന വരികളിൽ അദ്ദേഹം സഹോദരനായ ബുജൈറിനെ വളരെ മോശമായി പരിഹസിക്കുകയാണ്. പക്ഷേ അദ്ദേഹം അവിടെ നിർത്തിയില്ല. സഹോദരനോടുള്ള ദേഷ്യം പതിയെ ഇസ്ലാമിനോടും പ്രവാചകനോടുമായി. അങ്ങനെ അവരെയും തന്റെ കവിതകളിലൂടെ ആക്ഷേപിക്കാൻ തുടങ്ങി. പ്രവാചകനെതിരെ കവിത എഴുതുന്നത് അക്കാലത്ത് നിസ്സാര കാര്യമായിരുന്നില്ല. അത് കാബിന്റെ ജീവന് തന്നെ ഒരു ഭീഷണിയായി മാറി. പ്രത്യേകിച്ചും പ്രവാചകനും അനുയായികളും മക്ക കീഴടക്കിയതോടെ കാബിന് ശരിക്കും പേടിയായി തുടങ്ങി. ഒടുവിൽ ഉപായമില്ലാതെ സഹോദരൻ ബുജൈറിന്റെ ഉപദേശം കേട്ട് പ്രവാചകനോട് നേരിട്ട് പോയി മാപ്പ് ചോദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. സഹോദരന്റെ ഉപദേശം കേട്ട് ആരുമറിയാതെ അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. പ്രവാചകന്റെ മുന്നിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലാൻ ഭയന്നതുകൊണ്ട് ആദ്യം അദ്ദേഹം സഹായം ചോദിച്ചത് അബൂബക്കർ സിദ്ദീഖിനോടാണ്. അദ്ദേഹമാണ് ഒരു വഴിയൊരുക്കി കൊടുത്തത്. അങ്ങനെ അബൂബക്കറിന്റെ സഹായത്തോടെ കഅബ് പ്രവാചകന്റെ മുന്നിലെത്തി. അങ്ങനെ ആ നിർണായക നിമിഷം വന്നു. കാബ് പ്രവാചകനു മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വാളോ പരിചയോ ഒന്നുമില്ല. പകരം അതിനേക്കാളൊക്കെ മൂർച്ചയുള്ള ഒന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കവിത. ബാനത് സ്വാദ് എന്ന പേരുള്ള ആ വിഖ്യാതമായ കവിത. അതിൽ ആകെ 58 വരികളാണ് ഉണ്ടായിരുന്നത്. അറബി സാഹിത്യം പഠിക്കുന്ന, പ്രത്യേകിച്ച് നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെക്കുക. ഈ കവിതയുടെ ഒരു ഘടനയുണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ശരിക്കും ഒരു പരമ്പരാഗത അറബിക് ഖസീദയുടെ അതേ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. സുവാദ് എന്നു പേരുള്ള തന്റെ പ്രിയതമയെ ഓർത്തുകൊണ്ട് തുടങ്ങി തന്റെ യാത്ര ചെയ്ത ഒട്ടകത്തെ വർണ്ണിച്ചു. എന്നിട്ടാണ് കവിതയുടെ ഹൃദയഭാഗത്തേക്ക് വരുന്നത്, അതായത് പ്രവാചകനോട് മാപ്പു ചോദിക്കുന്നതും അദ്ദേഹത്തെ പുകഴ്ത്തുന്നതുമായ ഭാഗം. അവസാനം മുഹാജിറുകളെ പ്രശംസിച്ചുകൊണ്ടാണ് കവിത നിർത്തുന്നത്.
ഇതാണാ പ്രശസ്തമായ തുടക്കം. സ്വാദ് അകന്നുപോയിരിക്കുന്നു, അതുകൊണ്ടെന്റെ ഹൃദയം ഇന്ന് രോഗാതുരമാണ്, അവളുടെ ഓർമ്മകളിൽ ഞാൻ ബന്ധിതനായിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ ആദ്യത്തെ വരി കേട്ടപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്നവർക്ക് മനസ്സിലായി ഇത് വെറുമൊരു കവിതയല്ല, ഒരു മാസ്റ്റർ പീസാണെന്ന്. എന്നാൽ കഅബിന് മാപ്പ് നേടിക്കൊടുത്തതും അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ എഴുതിച്ചേർത്തതും ഈ വരികളാണ്. പ്രവാചകനെ ഒരു വഴികാട്ടുന്ന പ്രകാശത്തോടും അള്ളാഹുവിനെ ഊരിപ്പിടിച്ച വാളിനോടും ഉപമിച്ചതിലൂടെ അദ്ദേഹം തന്റെ എല്ലാ തെറ്റുകളും ഏറ്റുപറയുകയായിരുന്നു. പ്രവാചകന്റെ മഹത്വം പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു. ആ ഒരൊറ്റ കവിത, അതോടെ കാബിന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. വധശിക്ഷ കാത്തിരുന്ന, പ്രവാചകന്റെ ശത്രു എന്നറിയപ്പെട്ടിരുന്ന ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിലെയും അറബി സാഹിത്യത്തിലെയും ഏറ്റവും ആദരിക്കപ്പെടുന്ന കവികളിൽ ഒരാളായി മാറി. പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഓർത്തുവെക്കേണ്ട 2 സാങ്കേതിക പദങ്ങളുണ്ട്. ഒന്ന്, അൽ ബുർദ. ഈ കവിതയ്ക്ക് എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? സിമ്പിളാണ്, സമ്മാനമായി കിട്ടിയ പുതപ്പിന്റെ പേരാണത്. 2, ലാമിയ. കാരണം ഈ കവിതയിലെ 58 വരികളും അവസാനിക്കുന്നത് അറബിയിലെ ലാം എന്ന അക്ഷരത്തിലാണ്. അതുകൊണ്ട് ഇതൊരു ലാമിയ കവിതയാണ്. ഇനി ക്യാബിന്റെ കാവ്യശൈലിയെക്കുറിച്ച് ചോദിച്ചാൽ, അദ്ദേഹം തന്റെ പിതാവായ സുഹൈറിന്റെ അതേ സ്കൂൾ ഓഫ് തോട്ടാണ് പിന്തുടർന്നത്. അതായത് ഒരു കവിത എഴുതിയാൽ അത് വീണ്ടും വീണ്ടും തിരുത്തിയും മിനുക്കിയുമെടുക്കുന്ന ഒരു രീതി. മധ് അഥവാ സ്തുതി, ഹിജായ് അഥവാ ആക്ഷേപം, ഫക്ർ അഥവാ ആത്മപ്രശംസ, ഇവയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കവിതാവിഷയങ്ങൾ. പ്രമുഖ സാഹിത്യവിമർശകനായ ഖലഫൽ അഹ്മർ പറഞ്ഞൊരു വാക്കുണ്ട്, സുഹൈറിന്റെ വിഖ്യാതമായ ചില വരികളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ക്യാബാണ് പിതാവിനേക്കാൾ വലിയ കവിയെന്ന് ഞാൻ പറഞ്ഞേനെയെന്ന്. അത്രത്തോളം പ്രതിഭയായിരുന്നു ക്യാബ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർത്തുവെക്കാൻ ഈ ടൈം ലൈൻ നിങ്ങളെ സഹായിക്കും. ഹിജ്റ 7 മുമ്പ് സഹോദരൻ ഇസ്ലാം സ്വീകരിക്കുന്നു. കഅബ് ആക്ഷേപ കവിതകൾ എഴുതുന്നു. ഹിജ്റ 9 ബാനത്ത് സ്വാദ് ചൊല്ലി ചരിത്രപരമായ മാപ്പ് നേടുന്നു. ഒടുവിൽ ഹിജ്റ 24 അതായത് AD 662 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ടത് വാക്കുകളുടെ ഒരു അവിശ്വസനീയമായ ശക്തിയാണല്ലേ? ഒരു ജീവൻ രക്ഷിക്കാനും ഒരു ഇതിഹാസം തന്നെ സൃഷ്ടിക്കാനും വെറും വാക്കുകൾക്ക് കഴിയുമോ? കഅബ് ബിൻ സുഹൈറിന്റെ കഥ അതിന് കഴിയും എന്ന് ഉറക്കെ പറയുന്നു. ഈ കഥയും ഇതിലെ പ്രധാനപ്പെട്ട വിവരങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.